ജനവിധി അറിയാൻ മണിക്കൂറുകൾ ബാക്കി മാത്രമുള്ളപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ് ബി.ജെ.പി. കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി ബി.ജെ.പി. ചർച്ചകൾ ആരംഭിച്ചു. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ അവസാന സൂചനയായി പരിഗണിക്കാതെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായാൽ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തേടാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. യഥാർത്ഥ ജനവിധി എക്സിറ്റ് പോളിലൂടെ പ്രതിഫലിക്കുകയാണെന്ന് ബി.ജെ.പി. നേതാക്കൾ പ്രതികരിച്ചു. എക്സിറ്റ് പോളിനെ പരിഹസിച്ച രാഹുൽ ഗാന്ധി മോദി മീഡിയ പോൾ എന്ന് വിമർശിച്ചു. മാധ്യമങ്ങളുടേത് വഴിതെറ്റിക്കാനുള്ള ശ്രമമെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ പ്രതികരണം. ജൂൺ 4-ന് ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ കാണില്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. कि इन्होंने इतना ज्यादा सीटें इसलिए दिखाई क्योंकि इनके लोगों ने शेयर मार्केट में इन्वेस्ट कर रखा है और कल जब शेयर मार्केट खुले तो बम्पर होगा तो ये अपने शेयर बेच बाच के खुद तो निकल लेंगे. बाकी कल ही कम सीट दिखा दी होती एग्जिट पोल वालों ने तो हो सकता है कि इन दोनों के खिलाफ आरएसएस में और बीजेपी में कल ही बगावत शुरू हो जाती. 4 तारीख तक इंतजार ही नहीं होता. हो सकता सतर्क रहना है, चौकन्ना रहना है. मेरा अपना मानना है कि 4 तारीख को इनकी सरकार नहीं बन रही. കൂടുതൽ വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ആർ അച്യുതൻ എന്നിവർ ഡൽഹിയിൽ നിന്നുണ്ട്. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർക്കെ ഇന്ത്യ ജനവിധി കാത്തിരിക്കുന്നു. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഓരോ ക്യാമ്പുകളിലും കണക്കുകൂട്ടലുകളിലും കിഴിക്കലിലുമാണ്. ഏതൊക്കെ തരത്തിലുള്ള രീതിയിൽ തയ്യാറെടുക്കണമെന്ന ചർച്ചകളിലാണ്. ജനവിധി വരാനിരിക്കെ ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ ക്യാമ്പിലും നടക്കുന്നത്? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഓരോ വിഭാഗത്തിനും? ക്രിസ്റ്റീന, പരസ്യമായിട്ട് ആത്മവിശ്വാസമാണ് രണ്ട് മുന്നണികളും കാണിക്കുന്നത്. രഹസ്യമായി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ രണ്ട് മുന്നണികൾക്കും ആശങ്കയുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന മേഖലകളിലടക്കം സംഘടനാപരമായിട്ട് സമാഹരിച്ച അവരുടെ സ്ഥിതിവിവര കണക്കുകൾ, പാർട്ടി ശേഖരിച്ച സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് പ്രത്യേകിച്ച് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടരാനായിട്ട് ബി.ജെ.പി. ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടികൾക്കുള്ള സാധ്യത ബി.ജെ.പി. തള്ളുന്നില്ല. അതുകൊണ്ട് അന്തിമ ബല സൂചനയായി ഇന്നലെ പുറത്തു വന്ന തങ്ങൾക്ക് പൂർണ്ണ രൂപത്തിൽ അനുകൂലമാകുന്ന എക്സിറ്റ് പോളിനെ അന്തിമ ഫലമായിട്ട് ബി.ജെ.പി. പരിഗണിക്കുന്നില്ല. മറിച്ച് എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ആവശ്യമായിട്ടുള്ള പ്ലാൻ ബി അടക്കം തയ്യാറാക്കിയാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പിയുടെ ഫ്ലോർ മാനേജർമാർ ഇതിനകം തന്നെ പ്രധാനപ്പെട്ട ചില പ്രാദേശിക പാർട്ടികളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. അവർക്ക് പിന്തുണ നേടിയെടുക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മറുവശത്ത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ആത്മവിശ്വാസം നൽകുന്നതല്ല എങ്കിലും ഇന്ത്യ മുന്നണിയും അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് അപേക്ഷിച്ച് ഏതാണ്ട് സർക്കാർ രൂപീകരണത്തിന് ആവശ്യമാകുന്ന വിധത്തിൽ എല്ലാവരും ചേരുമ്പോഴെങ്കിലും ഉള്ള ഒരു സംഖ്യ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. അഥവാ ഏതെങ്കിലും വിധത്തിൽ അതിനുള്ള ഒരു സാഹചര്യത്തിന് അല്പം മങ്ങൽ ഉണ്ടായാൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നടത്താനും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ യോഗം ഇന്ന് നടന്നിരുന്നു. കോൺഗ്രസിന്റെ യോഗത്തിൽ രാഹുൽ ഗാന്ധി അടക്കം ഉള്ള നേതാക്കന്മാർ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കണമെന്ന അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ചാഞ്ചാട്ടം അത് ഇന്ത്യ മുന്നണിയെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഈ കോൺഗ്രസും CPM-ഉം ഉണ്ടാക്കിയ പ്രതിരോധം അത് തൃണമൂൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നത് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാകും. തൃണമൂൽ കോൺഗ്രസ് ചില പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. DMK അടക്കമുള്ള പാർട്ടികളെയാണ് ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ആ വിഷയവും വളരെ പ്രധാനപ്പെട്ടതായി ഇനിയുള്ള മണിക്കൂറുകളിൽ മാറും. ഏതായാലും പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് മുന്നണികളും സർക്കാർ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ആർ അച്യുതൻ കൂടി ചേരുകയാണ്. അച്യുതൻ, ഈ ജനവിധി വരാനിരിക്കെ പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എക്സിറ്റ് പോൾ അവർ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ബി.ജെ.പി. സെറ്റ് ചെയ്ത ഒരു അജണ്ടയാണ്, ഈ അജണ്ടയിലേക്ക് ഞങ്ങളില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പരിഹാസവുമായി എത്തിയല്ലോ, അതൊരു മോദി മീഡിയ പോളാണ്. അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഷെയർ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ടാക്ടിക്കാണ്. അപ്പോൾ ഏത് രീതിയിലാണ് കോൺഗ്രസ് ഇതിനോട് പ്രതികരിക്കുന്നത്?
ക്രിസ്റ്റീന, ഈ ആദ്യഘട്ടം മുതൽ തന്നെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ചർച്ചകളിൽ പോലും പങ്കെടുക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ഘട്ടമുണ്ടായി. അതായത് ഇത് മോദി തയ്യാറാക്കിയ അജണ്ട അത് ഈ എക്സിറ്റ് പോളിലൂടെ നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിച്ചിരുന്നത്. ഒടുവിൽ ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗമാകട്ടെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഒടുവിൽ ഈ ചർച്ചകളിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പങ്കെടുക്കും എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ എക്സിറ്റ് പോൾ വന്നതിനു ശേഷം ഇന്ത്യ മുന്നണി ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇത് മോദി മീഡിയ പോളാണ് ഇന്നലെ വന്നിരിക്കുന്നത്. 295 സീറ്റിൽ ഇന്ത്യ മുന്നണി വിജയം നേടും എന്നുള്ളത് രാഹുൽ ഗാന്ധി അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതേ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. അതായത് ഈ വന്നിരിക്കുന്ന എക്സിറ്റ് പോള് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്നതല്ല. ഏതെങ്കിലും തരത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലമാണ് വിധി ദിനത്തിൽ വരുന്നതെങ്കിൽ ഈ നടന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല എന്നൊരു പ്രതികരണമാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജയറാം രമേശ് ആകട്ടെ 2004 വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചു. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് UPA സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഇന്ത്യ മുന്നണിയുടെ പല പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നത്. ഒടുവിൽ അരവിന്ദ് കെജ്രിവാളും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ജൂൺ 4 എന്തായാലും മോദി സർക്കാർ അധികാരത്തിൽ കാണില്ല എന്ന് ഉള്ള ഒരു പ്രതികരണം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ബംഗാളിലെ എക്സിറ്റ് പോളിനെ മമതാ ബാനർജിയും തള്ളുന്ന ഒരു സ്ഥിതിയുണ്ടായി. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല ബംഗാളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന എക്സിറ്റ് പോൾ എന്നായിരുന്നു മമതാ ബാനർജിയും ആ എക്സിറ്റ് പോളിനെ വിമർശിച്ചത്. അങ്ങനെ പ്രതിപക്ഷം ഒരിടത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. മറുവശത്ത് 400-അധികം സീറ്റുകൾ നേടുമെന്നും ആ ജനവിധിയുടെ ഒരു പ്രതിഫലനമാണ് എക്സിറ്റ് പോളിൽ ഉണ്ടായത് എന്നുമാണ് NDA-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന BJP അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണി ആ പ്രതീക്ഷ കൈവിടുന്നില്ല. 295 സീറ്റുകളിൽ വിജയം നേടും എന്നുള്ളതാണ് അവർ നൽകുന്ന പ്രതീക്ഷ. ശരി, തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു R രാധാകൃഷ്ണനും R അച്യുതനും ഡൽഹിയിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.